പറഞ്ഞ പൈസക്കാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഞങ്ങൾക്ക് പോറ്റിയിട്ട് ശീലമുള്ളൂ, വിറ്റിട്ട് ശീലയില്ല അശോക. ഈന്റെ കഴുത്തിലെ മാലയല്ലേ ഒന്ന് കഴിച്ചേക്ക്, ഞാൻ നാളെ കൊണ്ടുപോകും. എന്റെ നന്ദിക്കുട്ടി ഏടത്തേക്കാ നിങ്ങൾ കൊണ്ടുപോവാ? അതെന്ത് ചോദിക്കുവല്ല, ഈ ചുന്ദരി കുട്ടീന്റെ ചുന്ദരി പശുവിന വെട്ടി നുറുക്കി കഷ്ണാക്കിട്ട് നല്ല ചേലിൽ തൂക്കിയിടും, മോളും വന്ന് കാണാൻ. അപ്പൊ ഞാനെടുത്തി പറഞ്ഞ പോലെ നാളെ ഞാൻ വരാം. അമ്മ ഇതാണ് സാർ കാലിക്കടവിന്റെ ഇന്നത്തെ അവസ്ഥ. കന്നുകാലി വളർത്തിയും കൃഷി ചെയ്തും ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ആൾക്കാർ ഇന്ന് കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടുകയാണ് സാർ. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? കൊടുക്കാം. നമുക്ക് ഒരു ശുദ്ധജല പദ്ധതി ഉണ്ടാക്കി കൊടുക്കാം. ശുദ്ധജലം പൈപ്പ് വഴി എല്ലാ വീടുകളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പദ്ധതി. അത് മതി. നിങ്ങളുടെ കയ്യിൽ 10 കോടി രൂപ ഉണ്ട് എടുക്കാൻ? അതല്ല സർ, ഈ കാലിക്കടവ് ഗ്രാമത്തിൽ നിന്ന് ചെറിയൊരു റോഡ് വെട്ടി അപ്പുറത്തെ ഗ്രാമവുമായി ബന്ധിപ്പിച്ചാൽ അവർക്ക് വാഹനങ്ങളിലെങ്കിലും വെള്ളം കൊണ്ടുവരാലോ. ഞങ്ങൾ അവിടുത്തെ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. സർ, ഈ വരുന്ന NSS ക്യാമ്പ് ഗ്രാമത്തിലാക്കുവാണെങ്കിൽ നമുക്ക് അവർക്ക് റോഡ് വെട്ടിക്കൊടുക്കാൻ സാധിക്കില്ലേ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ക്യാമ്പിന് ഇൻചാർജ് ഞാനായിട്ട് എടുക്കാം. നിങ്ങൾ അത് പ്രിൻസിപ്പളോട് സംസാരിക്കും. അപ്പോൾ NSS ക്യാമ്പ് ആ ഗ്രാമത്തിൽ തന്നെ നടത്താൻ അനുവദിക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ സാർ. നല്ല അച്ചടക്കവും ബഹുമാനവും വിനയമൊക്കെയുള്ള കുട്ടികളല്ലേ നിങ്ങൾ? ഞാൻ എന്തായാലും അതിന് സമ്മതിക്കാം. താങ്ക് യു സർ. മേലിൽ NSS ക്യാമ്പ് ഫൈൻ ആർട്സ് ഡേ എന്നൊന്നും പറഞ്ഞ് ഇവിടെ വന്നു പോകരുത്. ഇക്കൊല്ലം അത്തരം പരിപാടിയൊന്നും വേണ്ട. കാറും കോളും അടങ്ങിയിട്ട് അല്പം സ്വസ്ഥത കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അത് നിനക്ക് കൂടി നശിപ്പിക്കണം അല്ലേ? സർ, ഞങ്ങളൊരു നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെ. ഉദ്ദേശം നല്ലതാ, പക്ഷേ നിങ്ങൾ അത്ര നല്ലതല്ല. നിങ്ങളുടെ ഈ വരവിൽ തന്നെ ഒരു പന്തികേടില്ലേ? ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കോളേജ് യൂണിയൻ ഭാരവാഹികളും കൂടെ വേണ്ടേ? അവരെവിടെ? അവരൊരു ഗ്രൂപ്പ്, നിങ്ങളൊരു ഗ്രൂപ്പ്. എന്താ ശരിയല്ലേ? തമ്മിൽ ഐക്യമില്ലാത്ത നിങ്ങൾ NSS ക്യാമ്പിന് പോയാൽ അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ മാനേജ്മെന്റും നാട്ടുകാരും ഒക്കെ കൂടി എന്റെ മെക്കെട്ട് കയറും. അതുകൊണ്ട് മക്കള് വിട്ടോ 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 പൊക്കോ പൊക്കോ സർ. ഓടാ. ഹലോ, എന്തായി സമ്മതിച്ചോ? നോ രക്ഷ. അപ്പൊ നമ്മുടെ കാര്യം ഗോപി. നീ മിണ്ടായിരുന്നു ഇങ്ങോട്ട്. നമുക്ക് നോക്കാം. എന്തോന്നിത്? എന്താ നീ നോക്കി പഠിക്കണേ? എന്താ ഇത്? നമ്മളിങ്ങനെ തമ്മിൽ തല്ലി കോളേജിന് വാല്യുബിൾ ഡേയ്സാ വേസ്റ്റ് ആക്കുന്നത്. നാളെ മറ്റുള്ളവർക്ക് കോളേജ് ജീവിതം എന്ന് പറഞ്ഞ കുറെ നല്ല ഓർമ്മകളായിരിക്കും. നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഈ അടിപിടി മാത്രമേ ഉണ്ടാവൂ. നമ്മൾ തമ്മിലുള്ള ഈ ഉടക്ക് കാരണം ദാഹിച്ചു വലയുന്ന ഒരു ഗ്രാമത്തിന് ഒരിക്കലും കുടിവെള്ളം കിട്ടാതെ പോകരുത്. പ്ലീസ്.
യെസ്. അവരെത്തി. നമസ്കാരം, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ, ഇത് കുടുംബശ്രീ പ്രസിഡന്റ് ബിന്ദു. മാലയിട്ടോട് ഇനി മാഷൊരു മാല ഇങ്ങോട്ട് അല്ല വേണ്ട. വാ. നമസ്കാരം അച്ചോ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. ഒന്ന് മാറി എല്ലാരും വാ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പ്രസിഡന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊങ്ങട്ടെ പൊങ്ങട്ടെ, ഒന്നുകൂടെ പൊങ്ങട്ടെ. ഇനിയും പൊങ്ങണം. എവിടെ കിട്ടെ അതും പോയി. ഇവിടെ ഉണ്ടല്ലോ. മരത്തിലൊന്ന് കേറി നോക്കാം. വരുന്നുണ്ട്. ആരാടാ നീ? ഇത് കൊള്ളാല്ല. ആരാന്ന് ചോദിച്ചേ? ഞാനിവിടെ ക്യാമ്പിൽ വന്നു. ഇറങ്ങി പോടാ അവിടുന്ന്. പോടാ. ഓ അതെ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഇറങ്ങി പോടാ. ഓ പോവാ. ഓലവലാതി.